ശാക്തീകരണത്തിൽ അഭിമാനാർഹമായ ഉയർച്ചയുണ്ടായെന്നാണ് BJP സർക്കാരിന്റെ വാദം. യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യയിൽ ഒരു മണിക്കൂറിൽ സ്ത്രീകൾക്കെതിരെയുള്ള 49 കുറ്റകൃത്യങ്ങളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പക്ഷേ അന്വേഷണം നാമമാത്രമായി പോലുമില്ല. ഉന്നാവയിലും കത്വയിലും ഹത്രാസിലും കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ നമുക്ക് മറക്കാനാകുമോ? മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി അപമാനിച്ചത് നമുക്ക് മറക്കാൻ കഴിയുമോ? വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച BJP MP ആയ ബ്രിജ്ഭൂഷണെ മോദി സർക്കാർ സംരക്ഷിച്ചു. ഇതിനെതിരെ നടന്ന സമരത്തെ എത്ര അവഗണനയോടെയാണ് മോദി തള്ളിക്കളഞ്ഞത്. 2022 സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടന്നത് UP-യിലാണ്. 2021 NCRB-യുടെ കണക്ക് പ്രകാരം 2016-നും 2020-നും ഇടയിൽ ഗുജറാത്തിൽ നിന്നും 41,621 സ്ത്രീകളെ കാണാതായിരിക്കുന്നു. അവർ ഏത് മാഫിയയുടെ കയ്യിലാണെന്ന് അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഗുജറാത്ത് കലാപത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഇര ബൽക്കിസ് ബാനു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത മോദി ഭരണത്തെയാണ്. സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന, കുറ്റവാളികളെ കയറൂരി വിട്ടിരിക്കുന്ന മോദി ഭരണത്തിനെതിരെ സ്ത്രീകൾ ഒറ്റക്കെട്ടായി ഉണർത്തെഴുന്നേൽക്കണം. BJP ഭരണത്തെ പുറത്താക്കണം.